ശ്രീ എം ജയചന്ദ്രനിലേക്ക് പോകുന്നു. ശ്രീ ജയേന്ദ്രൻ, ഇപ്പോൾ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വീഴ്ചകൾ അല്ലെങ്കിൽ സ്വർണ്ണപ്പാളിയിൽ വന്നിരിക്കുന്ന കള്ളം, മോഷണം, അത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചില ദേവസ്വം ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയതാണ് എന്ന വിലയിരുത്തലാണ് നേരത്തെ CPM നടത്തിയിരുന്നത്. സർക്കാരിന്റെ ഭാഗത്തുനിന്നും അത്തരം പ്രതികരണങ്ങളായിരുന്നു. പക്ഷേ ദേവസ്വം വിജിലൻസിന്റെ രണ്ടാമത്തെ റിപ്പോർട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നത്. അതിൽ കൃത്യമായും ദേവസ്വം ബോർഡ് യോഗം ചേർന്നിട്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളി കൊടുക്കാൻ തീരുമാനിച്ചത്. ഇത് കട്ടളയിലെ സ്വർണത്തിന്റെ കാര്യമാണ്. അതിൽ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്വം വളരെ വ്യക്തമാകുന്നു. അതിൽ യോഗം ചേർന്നെടുത്ത തീരുമാനമാണ് എന്ന്. ഇതിൽ ദേവസ്വം ബോർഡ് കൂടി പ്രതിക്കുട്ടിലാവുകയല്ലേ ശ്രീ ജയേന്ദ്രൻ? സ്മൃതി, ഇതിനകത്ത് ആര് പ്രതിക്കൂട്ടിൽ ആകുന്നെങ്കിലും ആകട്ടെ എന്നുള്ള നിലപാട് ഇതിനകം തന്നെ ദേവസ്വം വകുപ്പ് മന്ത്രി പരസ്യമായി തന്നെയാണല്ലോ സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ പിന്നെ നമുക്കൊരു അവ്യക്തതയുടെ ആവശ്യമേ ഇല്ല. ആരൊക്കെയാണോ പ്രതിസ്ഥാനത്ത് വരാൻ കുറ്റക്കാരായിട്ടുള്ളവർ അവരെല്ലാം വരിക തന്നെ വേണം. അക്കാര്യത്തിൽ നിന്ന് ഒരു തർക്കവും നമുക്കാർക്കും ഉണ്ടാവേണ്ടതേ ഇല്ല. ഞാനും ഖണ്ഡിതമായ അഭിപ്രായക്കാരൻ തന്നെയാണ്. പക്ഷേ ഇന്നിപ്പോൾ റിപ്പോർട്ടിൽ പുറത്തുവിട്ടിട്ടുള്ള അനുബന്ധ റിപ്പോർട്ടുണ്ടല്ലോ, 9-ാം തീയതി സമർപ്പിച്ച ഹൈക്കോടതി സമർപ്പിച്ച വിജിലൻസ് റിപ്പോർട്ടിന്റെ അനുബന്ധമായി അന്ന് തന്നെ സമർപ്പിച്ച മറ്റൊരു 5 പേജ് റിപ്പോർട്ട്, അതാണല്ലോ ഇന്ന് പുറത്തുവിട്ടത്. അതിലും പറയുന്ന ചില കാര്യങ്ങളിലൊക്കെ ഈ ആ റിപ്പോർട്ടിന്റെ തുടക്കത്തിൽ തന്നെ വായിക്കുമ്പോൾ ചില അവ്യക്തതകൾ വായിച്ചാൽ എനിക്ക് തോന്നി കേട്ടോ. ബാക്കിയുള്ളവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ചിലതിലൊക്കെ അവ്യക്തത തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം. തുടക്കത്തിൽ തന്നെ 1-ാമത്തെ പേജിൽ തന്നെ ഉള്ളത് ഈ താങ്കളിപ്പോൾ പറഞ്ഞല്ലോ ഈ 19/3/2019 കാര്യം ശരിയാണ്. അപ്പൊ അത് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ദേവസ്വം കമ്മീഷണർ മേപ്പടി ശുപാർശ ബോർഡിൽ സമർപ്പിച്ചപ്പോൾ സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്നതൊഴിവാക്കി ചെമ്പുപാളികൾ എന്ന് മാത്രം എഴുതുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ ശുപാർശ ചെയ്തിട്ടുള്ളതുമാണ്. സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്ന് എഴുതി വന്ന എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ശുപാർശ ദേവസ്വം കമ്മീഷണറുടെ ഓഫീസിൽ ചെമ്പുപാളികൾ എന്നാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ ദേവസ്വം കമ്മീഷണർ അങ്ങനെ ആക്കി എന്നല്ല പറയുന്നത്, ദേവസ്വം കമ്മീഷണറുടെ ഓഫീസിൽ അങ്ങനെയാക്കി എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് ദേവസ്വം കമ്മീഷണർ ഓഫീസിലാണ് ഇങ്ങനെയൊരു തിരിമറി നടന്നിട്ടുള്ളതെന്ന് കണ്ടെത്തിയത് ഈ വിജിലൻസ്? അത് പറയുന്നുമില്ല. അപ്പൊ അത്തരം അവ്യക്തതകൾ അവൾ അവശേഷിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നേരത്തെ കണ്ടെത്തിയ പല കാര്യങ്ങളുടെ തുടർച്ചയായിട്ടല്ലേ അതിനെ വായിക്കേണ്ടത്? ഇത് ആദ്യത്തെ കണ്ടെത്തലായിട്ടാണോ അങ്ങ് വായിക്കുന്നത്? പല കാര്യങ്ങൾ കണ്ടെത്തിയതിൽ അതിനുശേഷം വരുന്ന ഒരു കണ്ടെത്തലായിട്ടല്ലേ അതിന് കാണേണ്ടത്? അങ്ങനെ തോന്നുമ്പോൾ അങ്ങേക്ക് അതിൽ പിന്നെയും സംശയമുണ്ടോ? അല്ല, അങ്ങനെ മാത്രമല്ലെന്നേ ഞാൻ പറഞ്ഞത്. ഇത് മാത്രമല്ല, ഇപ്പോ എന്തുകൊണ്ടാണ് ഇത് ശബരിമലയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോയത് എന്നൊരു ചോദ്യം ഈ പറയുന്ന ദേവസ്വം വിജിലൻസിന്റെ മെയിൻ റിപ്പോർട്ടിലും ഇപ്പൊ ഈ 5 പേജിന്റെ അഡീഷണൽ റിപ്പോർട്ടിലും വായിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇല്ലല്ലോ. ആ ഒരു ചോദ്യം അവർ ചോദിക്കുന്നുണ്ടോ? അത് സംബന്ധിച്ച് അവരുടേതായ ഒരു ഫൈൻഡിങ്സ് എന്തെങ്കിലും വരുന്നുണ്ടോ? പക്ഷെ അങ്ങനെ ചെയ്യാൻ കഴിയൂ. കാര്യം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയതാണ് മിനമാത കൺവെൻഷൻ 2013 ഒക്ടോബർ 10. നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് 2018 അത് വേറെ കാര്യം. പക്ഷെ മിനമാത കൺവെൻഷന്റെ ഭാഗമായിട്ടാണ് മർക്കുറി ഉപയോഗിച്ചിട്ടുള്ള പരിപാടികൾ അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടത് ഇന്റർനാഷണലി. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്കും അത് പറ്റാത്തത്. അതുകൊണ്ടാണ് ഇലക്ട്രോപ്ലേറ്റിംഗിലേക്ക് മാറേണ്ടി വരുന്നത്. അങ്ങനെയാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസ് പോലുള്ള സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കേണ്ടി വരുന്നത്. എന്തുകൊണ്ടാണ് ദേവസ്വം വിജിലൻസ് അത്തരം അന്വേഷണങ്ങളിലേക്ക് പോവാത്തത്? ആ വ്യക്തത അവിടെ നിൽക്കുന്നുണ്ട്. അതും പരിഹരിക്കേണ്ടതും അന്വേഷിക്കേണ്ടതും ഉത്തരം കണ്ടുപിടിക്കേണ്ടത് SIT ആണ്. അല്ല, ശ്രീ ജയേന്ദ്രൻ ഒന്നുകൂടെ വ്യക്തത വരുത്തു. അതായത് 98-ൽ ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ലല്ലോ നടന്നിട്ടുള്ളത്. അപ്പോൾ അത് ഈ പറയുന്ന 19 ആകുമ്പോഴേക്കും ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ലാതെ വേറെ വഴിയില്ല എന്നാവുകയാണോ? അതെ, നിശ്ചയമായും അതെ. 98-ൽ അത് പറയുന്നുണ്ട്. പരമ്പരാഗത രൂപമായ അത് ഈ മെർക്കുറി ചെമ്പുമായിട്ടോ മറ്റേതെങ്കിലും ലോഹങ്ങളുമായിട്ടോ കൂട്ടിച്ചേർത്ത് വിളക്കി സ്വർണം പൂശുന്ന രീതിയാണ് പരമ്പരാഗത രീതി എന്ന് പറയുന്നത്, മെർക്കുറിയുമായി ചേർത്തുള്ളത്. അതായിരുന്നു 99-ൽ വിജയ് മല്യയുടെ കാലത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ മിനമാത കൺവെൻഷൻ വന്നതോടുകൂടി 2013 ഒക്ടോബർ 10 ഇന്ത്യയും ആ കൺവെൻഷനിൽ ഒപ്പിട്ടിട്ടുണ്ട്. അതോടുകൂടി അത് ആ പരിപാടി അവസാനിച്ചു, ഗ്ലോബലി അവസാനിച്ചു. മെർക്കുറി ചേർത്ത് ഒരു സംവിധാനം പിന്നെ സാധ്യമല്ലാതെ വന്നു. അത് പാരിസ്ഥിതികവും ആരോഗ്യപരമായ പ്രശ്നങ്ങളാലാണ് മിനമാത കൺവെൻഷൻ ഓൺ മെർക്കുറി എന്ന് തന്നെ പറഞ്ഞിട്ടുള്ള കൺവെൻഷൻ നടക്കുന്നത്. അത് അതുകൊണ്ട് തന്നെയാണ് ഇത് ഇലക്ട്രോപ്ലേറ്റിംഗിലേക്ക് മാറേണ്ടി വരുന്നത്. പക്ഷെ അത്തരത്തിലൊരു വിദൂരമായ അന്വേഷണത്തിന് ശ്രമം പോലും
ഈ വിജിലൻസിന്റെ ഭാഗത്ത് ഞാൻ കണ്ടില്ല. ഈ 2 റിപ്പോർട്ടിലും ഞാൻ സൂക്ഷ്മമായി വായിച്ചു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു വാദം ഇതുവരെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നും കേട്ടില്ല, ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തുനിന്നും കേട്ടില്ല. അങ്ങയുടെ ഭാഗത്താണ് ആദ്യമായിട്ട് ഞാൻ ഈ ഒരു വാദം കേൾക്കുന്നത് കേട്ടോ. അല്ല, അതെ, ഞാൻ ദേവസ്വം മന്ത്രി അങ്ങനെ പറഞ്ഞു എന്ന് എനിക്ക് അവകാശവാദം ഇല്ലല്ലോ സ്മൃതി. ഞാൻ പറയുമ്പോൾ നമ്മൾ ഇതിന്റെ എല്ലാ ആസ്പെക്ട്സും സ്വാഭാവികമായും പരിശോധിക്കുമല്ലോ. അല്ല, അങ്ങ് പറയുന്ന ഒരു പോയിന്റ് പ്രധാനമാണ്. ആ പോയിന്റിൽ ഊന്നാൻ പറ്റുമെങ്കിൽ ആദ്യം ഊന്നേണ്ട പോയിന്റ് ആണല്ലോ. എന്തുകൊണ്ട് ആ പോയിന്റ് അവർക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. അല്ല, അതെനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറയുന്നത് താങ്കൾക്ക് ചർച്ചയിൽ പല ഘട്ടങ്ങളിലും താങ്കളുടെ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുന്ന ആളാണല്ലോ. ഞാൻ വരുമ്പോൾ കഴിയുന്നത്ര പഠിച്ചിട്ടേ ഞാൻ വരാറുള്ളൂ, പഠിക്കാൻ ശ്രമിക്കാറുമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വിഷയവും പഠിക്കാൻ ശ്രമിച്ചത്. അപ്പോഴാണ് എന്തുകൊണ്ടാണ് ശബരിമലയ്ക്ക് പുറത്തേക്ക് ഇത് പോകുന്നത് എന്ന് സ്വാഭാവികമായി എനിക്കുണ്ടായ സംശയമാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ പ്രേരിപ്പിച്ചതും. അങ്ങനെയാണ് ഈ മീനമാത കൺവെൻഷൻ, ജപ്പാനിലെ സ്ഥലമാണ് മീനമാത എന്ന് പറയുന്നത്. ആ ഗ്ലോബൽ ഇന്റർനാഷണൽ കൺവെൻഷൻ ആയിരുന്നു. 2013 ഒക്ടോബർ 10 ആ കൺവെൻഷൻ. നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ 2018. പക്ഷേ കൺവെൻഷൻ കഴിഞ്ഞോടുകൂടി തന്നെ ഇന്ത്യൻ പാർലമെന്റ്, ഇന്ത്യ ഗവൺമെന്റ് അതിൽ ഒപ്പുവെച്ചു. പാർലമെന്റ് പാസ്സാക്കുന്നത് 2018. പക്ഷെ അതിനുശേഷം അപ്പോഴാണ് പിന്നെ ഈ ഇലക്ട്രോ പ്ലേറ്റിംഗ് വ്യാപകമാവുന്നത്. അങ്ങനെയാണ് ശബരിമല പോലുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണല്ലോ അത്, പെരിയാർ ടൈഗർ റിസർവ് എന്നാണല്ലോ പറയുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നടത്താൻ കഴിയില്ല. ഞാൻ പറയുന്നത് എന്റെ ഈ ആർഗ്യുമെന്റ് അതല്ല, ഇവിടെ ഞാൻ പറയാൻ വന്നതും അതല്ല. പക്ഷെ അത്തരത്തിലുള്ള ഒരുപാട് അവ്യക്തതകൾ അവിടെ അവശേഷിപ്പിച്ചിട്ടുണ്ട് ഈ വിജിലൻസിന്റെ അന്വേഷണം എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനത് പറഞ്ഞത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.